രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും തത്സമയം. ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച ശേഷമാണ് ദീർഘകാലത്തെ എനിക്ക് അടുപ്പവും ബന്ധവുമുള്ള ശ്രീ പി വി അൻവറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാനാണ് അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കി നിയമിച്ചത്. അന്ന് മുതലുള്ള 40 വർഷക്കാലത്തെ ബന്ധമാണ്. ശ്രീ പി വി അൻവർ നിലമ്പൂർ നിയമസഭാ സാമാജികത്വം രാജിവെച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടായിരുന്നു. പിണറായിസത്തിനെതിരായിട്ടാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തി ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അപ്പൊ അതനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. UDFിനെ സ്ഥാനാർത്ഥിയായി ശ്രീ ആര്യാടൻ ഷൌക്കത്തിനെ കോൺഗ്രസ് പ്രസിഡന്റ് നിയോഗിച്ച സന്ദർഭത്തിൽ അതിനെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുമുണ്ട്. കാരണം അദ്ദേഹം UDF പ്രവേശനത്തിന് വേണ്ടി കത്ത് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ UDFിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന നിലയിൽ അവർ പിന്തുണയ്ക്കും എന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി അംഗീകരിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസക്കാലമായി നിരന്തരമായി അദ്ദേഹവുമായും മറ്റ് നേതാക്കന്മാരുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ UDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ആര്യാടൻ ഷൌക്കത്ത് പ്രചരണ രംഗത്താണ്. ആ പ്രചരണ രംഗത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ശ്രീ അൻവറിന് അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന കൺക്ലൂഷനിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ എങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകും? അവസാനം വരെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി നിലമ്പൂരിൽ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. VD സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയത്.